ഹായ് ഹലോ നമസ്തേ. കഫ്ലിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മോഷ്ടാവിൻ്റെ കൈകളിലേക്ക് എന്തെല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കൾ വന്നിട്ടുണ്ടാവാം. പാലായിലെ ഒരു കള്ളൻ്റെ കൈകളിലേക്ക് എത്തിച്ചേർന്ന ഏറ്റവും മൂല്യമേറിയ ഒന്ന് രണ്ടക്ഷരങ്ങളിലേക്ക് ചുരുങ്ങിയതായിരുന്നു BS. പുന്നപ്രയിൽ ഉദിച്ച വിപ്ലവ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ നിലയ്ക്കാത്ത ശബ്ദം അനന്തതയിൽ മറഞ്ഞിരിക്കുന്നു. 1923 ഒക്ടോബർ 20 അക്കമ്മയുടെയും ശങ്കരൻ്റെയും മകനായി പുന്നപ്രയിൽ VS അച്യുതാനന്ദൻ ജനിച്ചു. 4-ാം വയസ്സിൽ വസൂരി കാരണം അമ്മ അക്കമ്മയെയും 11-ാം വയസ്സിൽ അച്ഛൻ ശങ്കരനെയും നഷ്ടമായ VS അതോടുകൂടി കടുത്ത നിരീശ്വരവാദിയാകുന്നു. തൻ്റെ പ്രാർത്ഥനകൾ കേട്ട് തൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷിക്കാൻ കഴിയാത്ത ദൈവം ഇല്ല എന്ന് VS ഉറച്ചു വിശ്വസിക്കുന്നു. പട്ടിണിയും ദാരിദ്ര്യം കാരണം 7-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തേണ്ടി വന്ന VS അച്യുതാനന്ദൻ അതിനുശേഷം ചേട്ടൻ ഗംഗാധരൻ്റെ കൂടെ തുണിക്കടയിൽ ജോലിക്ക് നിൽക്കുന്നു. 1940 തൻ്റെ 17-ാം വയസ്സിൽ അന്ന് നിരോധിക്കപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അംഗത്വമെടുത്ത VS അതേസമയം തന്നെ ആസ്പിൻവാൾ എന്ന കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലിക്ക് കയറുന്നു. ആസ്പിൻവാൾ കയർ ഫാക്ടറി ജോലിക്ക് കയറിയ VS അവിടെയുള്ള തൊഴിലാളികളുടെ കഷ്ടപ്പാട് കണ്ട് അവിടെ ഒരു തൊഴിലാളി സംഘടന രൂപം കൊടുക്കുന്നു. 1943 ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആലപ്പുഴയെ പ്രതിനിധാനം ചെയ്ത് VSും പങ്കെടുക്കുന്നു. അന്ന് P. കൃഷ്ണപിള്ള അദ്ദേഹത്തെ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ P. കൃഷ്ണപിള്ള കണ്ടെത്തിയ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ VSനെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ VSനെ പറ്റി അധികം പറഞ്ഞു കേൾക്കാത്തൊരു കഥയുണ്ട്. VSൻ്റെ കുട്ടിക്കാലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. കൂടെയുള്ള കുട്ടികൾ ജാതിപ്പേര് പറഞ്ഞ് VSനെ കളിയാക്കാൻ തുടങ്ങി. അപ്പം ആ ഒരു വിഷമം VS പിതാവിനോട് പറഞ്ഞു. അടുത്ത ദിവസം VSൻ്റെ പിതാവ് ഒരു അരഞ്ഞാണം കൊടുത്തു. ഈ അരഞ്ഞാണം ഉപയോഗിച്ച് പിന്നീട് ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കുന്നവരെ VS പ്രതിരോധിക്കുകയുണ്ടായി. അതേ ആർജവം തന്നെയാണ് ദിവാൻ സർ CP-ക്കെതിരെയുള്ള പോരാട്ടത്തിലും VSൽ നാം കണ്ടത്. 1946 ഒക്ടോബർ 23 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നയിച്ച പ്രക്ഷോഭങ്ങളിൽ പുന്നപ്രയിലും കളർകോടും VS നേതൃത്വം നൽകുന്നു. അതിൻ്റെ പേരിൽ VSനെതിരെ അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നു. ഇതേ തുടർന്ന് ഒളിവിൽ പോയ VSനെ പൂഞ്ഞാറിലെ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നും ഒക്ടോബർ 28 തിരുവിതാംകൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വലിയ പീഡനമാണ് VS നേരിടേണ്ടി വന്നത്. പോലീസുകാരുടെ തോക്കിനറ്റത്തുള്ള ബയനേറ്റ് എന്ന് പറയുന്ന ഭാഗം കൊണ്ട് VSൻ്റെ കാല് രണ്ടും കുത്തി മുറിവേൽപ്പിച്ചു. അതിനുശേഷം പല മർദ്ദനങ്ങളും VS നേരിടേണ്ടി വന്നു. ഈ പീഡനങ്ങൾക്കെല്ലാം ഒടുവിൽ മരണപ്പെട്ടു എന്ന് കരുതിയ VSനെ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ പോലീസുകാർ ഒരു കള്ളനെയാണ് ഏൽപ്പിക്കുകയുണ്ടായത്. ആ കള്ളന്റെ കഥയാണ് തുടക്കത്തിൽ നാം പറഞ്ഞത്. ആ മുറിവേറ്റ കാലുകളുമായി ജനഹൃദയങ്ങളിലേക്കാണ് VS നടന്നു കയറിയത്. എന്നാൽ 1965 താൻ മത്സരിച്ച ആദ്യത്തെ ഇലക്ഷനിൽ അമ്പലപ്പുഴയിൽ നിന്നും VS പരാജയപ്പെടുന്നു. എന്നാൽ 2 വർഷത്തിനിപ്പോഴും 1967 അമ്പലപ്പുഴയിൽ നിന്നു തന്നെ VS വിജയിച്ച് ആദ്യ നിയമസഭയിലെത്തുന്നു. 1991 മാരാരിക്കുളത്തു നിന്നും 2001, 2006, 2011, 2016 വർഷങ്ങളിൽ മലമ്പുഴയിൽ നിന്നും വിജയിച്ച VS നിയമസഭയിലേക്ക് എത്തുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ 1977 അമ്പലപ്പുഴയിലും 1996 മാരാരിക്കുളത്തും VS പരാജയം രുചിക്കുന്നു. 1980 മുതൽ 91 വരെ CPIM പാർട്ടി സെക്രട്ടറി ആയിരുന്ന VS അച്യുതാനന്ദൻ 82-ാം വയസ്സിൽ 2006 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി. 2006 മെയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതോടുകൂടി മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയുമായി VS അച്യുതാനന്ദൻ മാറി. അതോടൊപ്പം 1992-ലും 2001-ലും 2011-ലും പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നതിലൂടെ 5150 ദിവസം പ്രതിപക്ഷ നേതാവായിരുന്ന് ഏറ്റവും കൂടുതൽ കാലം ആ നിലയിൽ പ്രവർത്തിച്ച വ്യക്തിയുമായി VS അച്യുതാനന്ദൻ. ഇന്ന് VSന് പലരും നൽകുന്ന ഒരു വിശേഷണമുണ്ട്: കേരളം കണ്ട അവസാന കമ്മ്യൂണിസ്റ്റ്. കഷ്ടപ്പെടുന്നവനൊപ്പം നിൽക്കുക എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ആശയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ VS തന്നെയായിരിക്കാം ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. പാർട്ടി നിലപാടുകളിൽ നിന്നും വേറിട്ട് നിന്ന്
കഷ്ടപ്പെടുന്നവനോടൊപ്പം നിൽക്കാൻ VS ഒരു കാലത്തും മടി കാണിച്ചിരുന്നില്ല. TP വധക്കേസിന്റെ സമയത്തും ലാവ്ലിൻ കേസിന്റെ സമയത്തും തുടങ്ങി മൂന്നാർ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളിൽ വരെ VSന്റെ ഈ മനോഭാവം നാം കണ്ടതാണ്. കാച്ചിയും കുറുക്കിയുമുള്ള പ്രഭാഷണ ശൈലിയിലൂടെ VS മലയാളികളുടെ ഹൃദയം കവർന്നെടുത്തു. വ്യക്തിപൂജ കർശനമായി നിരോധിച്ചിരിക്കുന്ന ഒരു പാർട്ടിയിലെ ഒരു സഖാവിനായി ആദ്യമായി ലോകമെമ്പാടും ഒരു മുദ്രാവാക്യം ഉയർന്നു കേട്ടു: കണ്ണേ കരളെ VS. ഈ മുദ്രാവാക്യം ആ ഈണത്തിൽ ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഞാൻ പഠിച്ച പൂവത്തൂർ ഹൈസ്കൂളിൽ VS എത്തുമ്പോഴായിരുന്നു. അപ്പൂപ്പന്റെ കൈപിടിച്ച് ആ വേദിയിലേക്ക് നടന്നെടുത്ത എന്നെ സ്വീകരിച്ചത് കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. കണ്ണേ കരളെ VS ആ മുദ്രാവാക്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് 2011 വെച്ചിട്ടാണ്. അന്ന് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് VS അച്ഛനാണ് നെടുങ്ങാട് വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവാണ്. ഇപ്പോൾ ഫ്രണ്ട് നടക്കുന്ന സ്റ്റേജ് കിടക്കുന്ന എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ കണ്ണേ കരളെ VS എന്നുള്ള മുദ്രാവാക്യം മുഴുകി കേൾക്കാൻ തുടങ്ങി. മുന്നിൽ നടക്കുന്ന ഒരു കാര്യവും കാണാൻ പറ്റാതിരുന്ന എന്നെ അച്ഛനടുത്ത് ഉയർത്തുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് VS അച്യുതാനന്ദൻ എന്ന വിപ്ലവ നക്ഷത്രത്തെ നേരിട്ട് കാണുകയും ചെയ്തു. 1979 VSന്റെ ഹൃദയം ആദ്യമായി പണിമുടക്കുന്നത്. അതിനുശേഷം കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും ജീവിതചര്യയും പാലിച്ച VS പാർട്ടി സെക്രട്ടറിയായി, പ്രതിപക്ഷ നേതാവായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എല്ലാം വർഷങ്ങളോളം പ്രവർത്തിക്കുന്നു. 2019 ഒക്ടോബറിൽ പുന്നപ്ര വയലാർ വാർഷികത്തിന് പോയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ VS അസുഖബാധിതനാകുന്നു. അതിനുശേഷം നാം VSനെ പൊതുപരിപാടികളിലോ സജീവ പ്രവർത്തനത്തിലോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അവസാനം 2025 ജൂലൈ 21 കേരള രാഷ്ട്രീയത്തിലേക്ക് എന്നെന്നും എഴുതി ചേർക്കപ്പെട്ട ആ രണ്ടക്ഷരം മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ VS എന്ന രണ്ടക്ഷരം മലയാളികളുടെ മനസ്സിൽ എന്നേക്കും നിലനിൽക്കും. അദ്ദേഹത്തിന്റെ ഈ മരണവേളയിലും എങ്ങും ഉയർന്നു കേൾക്കുന്ന വചനങ്ങളുണ്ട്. 2016 87 വയസ്സുള്ള മുഖ്യമന്ത്രി എന്ന് രാഹുൽ ഗാന്ധി കളിയാക്കിയപ്പോൾ VS പറഞ്ഞ വാക്കുകൾ നാം എല്ലാം ഇപ്പോഴും ഉച്ചരിക്കുന്നു. തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം.